കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റാങ്കിങ്ങിനുള്ള നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ പുനഃക്രമീകരിക്കണമെന്ന KSTA നിലവിലെ റാങ്കിംഗ് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ പിന്നോക്കം പോയതിന് കാരണം നോർമലൈസേഷൻ മാനദണ്ഡങ്ങളാണെന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, വിശദാംശം. അത് ഈ തവണത്തെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ അല്ലെങ്കിൽ റാങ്കിങ്ങിൽ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ പിന്നാക്കം പോയിരുന്നു. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ. ഈ മാർക്കുകൾ നോർമലൈസ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളുടെ മാർക്ക് നഷ്ടമാകുന്നതാണ്. ടെസ്റ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ 27 മാർക്കാണ് നഷ്ടമായത്. അതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ പിന്നാക്കം പോയത്, റാങ്കിങ്ങിൽ പിന്നാക്കം പോയത്. ഇതിനെതിരെ വിദ്യാർത്ഥികൾ ആദ്യമേ രംഗത്ത് വന്നിരുന്നു. ഇത് മീഡിയ വൺ വാർത്തയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അധ്യാപക സംഘടനകളും അതേപോലെ വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ KSTA പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇപ്പോൾ നിലവിലെ പ്രവേശന പരീക്ഷയ്ക്കുള്ള നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വിദ്യാർത്ഥികളുടെയും ആവശ്യം. കൂടാതെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങൾ, നിലവിലെ നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ പുനഃക്രമീകരിക്കണം. ഇതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനവും SFI നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ മാറ്റണം അല്ലെങ്കിൽ പുനഃപരിശോധിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ SFI വിദ്യാർത്ഥി സംഘടനകളും അതേപോലെ അധ്യാപക സംഘടനകളും രംഗത്തെത്തിയിരിക്കുകയാണ്. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.